ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന അച്ഛനും രേവതിയെ തന്നെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സച്ചി ആകെ തകർന്നു പോവാണ് കേട്ടോ. അതിനുശേഷം രേവതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സച്ചി ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. പിന്നീട് സച്ചി പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണ് അനൂപ്, അന്ന് നമുക്ക് 500 പൂമാലയുടെ ഓർഡർ തന്നില്ലേ, അവൻ വിളിച്ചിട്ടാണ് ഞാൻ പാർലറിലേക്ക് പോയത്, നിനക്ക് സംശയമുണ്ടെങ്കിൽ അവനെ ഞാൻ വിളിച്ചു തരാം, നീ അവനോട് സംസാരിച്ച് നോക്കുക എന്ന് പറയുന്ന സമയത്ത് രേവതി വേഗം സച്ചിക്ക് മുന്നിൽ കൈകൂപ്പിയതിനു ശേഷം ഒന്ന് നിർത്താമ സച്ചിയുടെ, എനിക്ക് ആരുമായിട്ട് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ആകെ വല്ലാതൊരു അവസ്ഥയായി പോകേണ്ട. കാരണം രേവതി ഒരിക്കലും തന്നെ തള്ളിക്കളയുകയില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. എന്നാൽ രേവതിയുടെ പെരുമാറ്റവും മറ്റും സച്ചി ആകെ സങ്കടപ്പെടുത്തുകയാണ്. അതിനുശേഷം രേവതി പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മദ്യപിച്ചവനല്ല അനൂപ്, അപ്പൊ നിങ്ങളെ സേഫ് ആക്കുന്നതിന് വേണ്ടി അതേ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുള്ളൂ, എന്നാലും എനിക്ക് ആരോട് സംസാരിക്കാൻ കേൾക്കേണ്ട, സച്ചിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, നീ എന്നെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുകയാണെങ്കിലും രേവതി അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും രേവതി തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സച്ചി വേഗം തന്നെ പറയുന്നുണ്ട്, ആരും എന്നെ വിശ്വസിക്കണ്ട, ഞാനൊരു മുഴുക്കുടിയനായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടത് സങ്കടത്തോട് തന്നെ അവിടുന്ന് പോവാണ്. പോകുന്ന സമയത്ത് സച്ചി രേവതിനെ നോക്കാതെ തന്നെ മുഖം തിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ എന്നെ കൂട്ടിച്ചേർത്ത് നിർത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു, പക്ഷെ അതെല്ലാം വെറുതെ ആയിപ്പോയി, സാരമില്ല, സച്ചിയൊന്നും ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് സച്ചി വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ സച്ചിയുടെ വാക്കുകൾ രേവതിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി വളരെയധികം സങ്കടത്തോടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും വീഡിയോ കണ്ടിരിക്കുകയാണ്. അപ്പൊ മഹേഷൊക്കെ ചോദിക്കുന്നുണ്ട്, സച്ചി നിനക്ക് എന്ത് പറ്റും, നീ എന്ത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളും അത് വിശ്വസിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല, പക്ഷേ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത് വിശ്വസിക്കാൻ പാകത്തിനാണെന്നൊക്കെ മഹേഷ് പറയുന്ന സമയത്ത് നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം, വീട്ടിൽ ആരും എന്നെ വിശ്വസിക്കുന്നില്ല, ഒരു കാലത്തും എന്നെ തള്ളിക്കളയാത്ത എൻ്റെ അച്ഛനായിരുന്നു, അച്ഛൻ വരെ എന്നെ ഇന്ന് തല്ലാൻ കഴിയുമെങ്കിൽ, മാത്രമല്ല രേവതി ഞാൻ എന്ത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. രേവതി എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ച് തന്നിരുന്നൊരു വണ്ടിയായിരുന്നു, അതും കൂടെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സച്ചി സങ്കടപ്പെടുന്ന സമയത്ത് മഹേഷും കാർത്തിക്കൊക്കെ സച്ചിയെ സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആന്റണിയാണ്. ആന്റണി പിരിവിനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെയാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിക്ക് അവിടെ തന്നെ പൂക്കളുടെ ഓർഡർ കിട്ടിയിട്ട് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. അപ്പൊ രേവതി ആന്റണി തമ്മിൽ പരസ്പരം കൂടി കാണുന്നില്ല. എന്നാൽ രേവതിനെ കാണുന്ന സമയത്ത് ആന്റണി വിളിക്കുകയാണ്, ചേച്ചി ഒന്ന് നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചിയുടെ വീഡിയോ ഇറങ്ങിയതിനെ പറ്റിയും സച്ചി കുടിയനാണ് എന്ന രീതിക്ക് ആന്റണി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ആന്റണി നിർത്തിക്കോ, സച്ചേനെ പറ്റി നീ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ സച്ചേനെ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിൽ ആന്റണി വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അതിനുശേഷം പറയുന്നത്, ആ ചേച്ചി എന്തായാലും പൂക്കൾ വിൽക്കാൻ ചെല്ല്, ചേച്ചിയുടെ സമ്പാദ്യം കൊണ്ട് വേണം അവന് ജീവിക്കാൻ, ഇനി എന്തായാലും അവന് കാലിലൊന്നും കൈ തൊടാൻ പോലും സാധിക്കുകയില്ല എന്നൊക്കെ ആന്റണി പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചിനെ പറ്റി നോവിക്കുന്ന രീതിയിൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രേവതി ആന്റണിയുടെ ഷോൾഡറിൽ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ നിർത്താനാണ് പറഞ്ഞത്, ഇനി നിന്റെ വാക്കുകൾ അതിര് കടന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആന്റണി വേഗം തന്നെ പറയുന്നുണ്ട്, ചേച്ചി കൈയെടുക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ രേവതി ആന്റണിയുടെ ഷോൾഡറിൽ നിന്ന് കൈയെടുത്ത് മാറ്റുന്ന അതേ സമയം തന്നെ ആന്റണി പറയുന്നുണ്ട്, എന്നോട് ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ എന്നോട് കാണിക്കുന്നതിൻ്റെ പകുതി നിങ്ങളുടെ കെട്ടിയവനോട് കാണിച്ചാൽ മതി, എന്നെ ഉപദേശിച്ചതിന് പകരം നിങ്ങൾ നിങ്ങളുടെ കെട്ടിയവനെ ഉപദേശിച്ചിരുന്നെങ്കിൽ സച്ചി പണ്ടേക്ക് നന്നായേനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആന്റണി അവിടുത്തെ പോകുന്നത്. വളരെയധികം സങ്കടത്തോടെ തന്നെയാണ് ഈ പൂ വിൽക്കുന്ന കടയിലേക്കായിട്ട് ചേർന്ന് ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ ആ ചേച്ചിമാർ, അവിടെ 2 ചേച്ചിമാരുണ്ട്, അവർ പറയുന്നതെന്ന് പറഞ്ഞ സച്ചിയുടെ വീഡിയോ വൈറലായതിനെ കുറിച്ച് തന്നെയാണ്. സച്ചി ഇത്രയധികം മദ്യപിക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല രേവതി എന്നൊക്കെ പറയുന്ന സമയത്ത്, സച്ചിനെ ഇങ്ങനൊന്നും കുടിക്കാറുണ്ടായിരുന്നു, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, നേരത്തെ മദ്യപിക്കുമായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സച്ചേട്ടൻ ഇങ്ങനൊന്നും മദ്യപിക്കാറുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ചേച്ചി പറയുന്നത്, എന്തായാലും രേവതി നീ സൂക്ഷിക്കണം, ഇങ്ങനെ പതുക്കെ കുടിച്ചിട്ടാണ് മുഴുക്കുടിയനാകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് സങ്കടമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചേച്ചി പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഇതുപോലെ തന്നെ ഫുൾ ടൈം വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സങ്കടം കണ്ടുകൊണ്ട് വീടിനടുത്തുള്ള ഒരു വൈദ്യൻ അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു മരുന്ന് തന്നു, അത് അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് കുടി നിർത്തിയത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. പെട്ടെന്ന് അവിടെ കൂടെ നിൽക്കുന്ന മറ്റൊരാൾ പറയുന്നുണ്ട്, എന്നാൽ രേവതി നീയും കുറച്ച് പൊടി മേടിച്ച് സച്ചിക്ക് കൊടുത്തു നോക്ക്, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറിലേക്ക് തലവേദന ഉണ്ടാവും, അതിനുശേഷം അവരെപ്പം മദ്യപിച്ചാലും അവർ ഛർദ്ദിക്കുമെന്നൊക്കെ ഇങ്ങനെ ആ ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും
ഒന്നും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും സച്ചേൻ്റെ കുടി മാറ്റി തന്നാൽ മതി എന്നൊക്കെയാണ് പറയുകയാണ്. അങ്ങനെ രേവതി ആ വൈദ്യനെ പോയി കണ്ടതിന് ശേഷം ആ പൊടിമരുന്നൊക്കെ മേടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നിട്ട് പൈനാപ്പിൾ ചെത്തി അത് ജ്യൂസ് അടിച്ച് വെക്കുന്ന അതേ സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നിട്ട് രേവതിനെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ജ്യൂസൊക്കെ തയ്യാറാക്കി പൊടിയെ കലക്കി അവിടെ വെച്ചിട്ടാണ് രേവതി പോകുന്നത്. രവിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം രവി പറയുന്നുണ്ട്, അതേ മോളെ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണമാണ്, അവളുടെ പൂമാലയുടെ ഓർഡറും അതുപോലെ തന്നെ മുല്ലപ്പൂമാലയുടെ ഓർഡറൊക്കെ മോക്കാണ്, അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ഈ തുക പിടിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി ഒരു അഡ്വാൻസ് മേടിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, അല്ല ഓർഡർ കൊണ്ടുവന്ന് ഞാനല്ലേ, അപ്പോൾ അത് അച്ഛന് കമ്മീഷനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ തുക മുഴുവൻ അച്ഛൻ പിടിച്ചോളാനായിട്ട് രേവതി പറയുന്നുണ്ട്. പെട്ടെന്ന് രവി പറയുന്നുണ്ട്, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ് മോളെ, എന്തായാലും നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ തന്നെ ജീവിക്കണം, സച്ചി ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് വണ്ടികൾ നിങ്ങൾ മേടിക്കണം, അതിൽ ഫുള്ളും പൂക്കൾ വിൽക്കണം എന്നൊക്കെ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തന്നോട് ദേഷ്യപ്പെട്ടുവെങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് അച്ഛൻ തന്നോടുള്ള സ്നേഹമാണ് എന്നറിയുമ്പോഴത്തേക്കും സച്ചിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവുകയാണ് കേട്ടോ. അതേസമയം തന്നെ രവിയും രേവതിയാകട്ടെ സച്ചിയോടൊന്നും നിൽക്കുന്നത് കാണുന്നുമില്ല കേട്ടോ. രേവതിയാണ് പറയുന്നുണ്ട്, അച്ഛൻ വഴക്കിട്ട് നിൽക്കുന്നതിൽ സച്ചിന് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയുന്ന സമയത്ത് സങ്കടപ്പെട്ടെ, ആ ഒരു സങ്കടം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് സച്ചി അവിടെ നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയിട്ട് വരാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് യാത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചി അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സച്ചിയെ നോക്കുക പോലും ചെയ്യാതെ തന്നെ രവി അവിടെ നിന്ന് പോവുകയാണ്. രവിയുടെ പെരുമാറ്റം സച്ചിയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് ചന്ദ്ര അടുക്കളയിലേക്ക് വരുന്നത്. അടുക്കളയിലേക്ക് വന്നതിന് ശേഷം ഈ രേവതി ഇവിടെ ഇല്ല, അവൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുറ്റും പുറം നോക്കുന്ന സമയത്താണ് പൈനാപ്പിൾ ചെത്തി വെച്ചേക്കുന്നത് കാണുന്നത്. ഇതിൻ്റെ പതിവില്ലാതെ പൈനാപ്പിൾ ഞാൻ അവളോട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുന്ന സമയത്താണ് ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നത് കാണുന്നത് കേട്ടോ. മുന്നും പിന്നെ ആലോചിക്കാനാണ് ചന്ദ്ര വേഗം തന്നെ ഇത് അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് അടിച്ചു വെച്ചേക്കുന്നതായിരിക്കും, ഞാൻ കുടിച്ച് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ജ്യൂസ് എടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്ര കുടിക്കുകയാണ്. അതായത് സച്ചിക്ക് വേണ്ടി മരുന്ന് കലക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.